ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കറിയാം SIR 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെയൊക്കെ വീടുകളിൽ BLOമാർ ഇതിന് വേണ്ട എന്യൂമറേഷൻ ഫോം കൊണ്ട് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ അതൊക്കെ ഫില്ല് ചെയ്ത് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ സമർപ്പിച്ച ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വന്തമായി ഇപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ഫോം സമർപ്പിച്ചതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മൊബൈൽ നമ്പർ കാണിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് എന്ന് ഒത്തിരി ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. SIR 2026 എന്യൂമറേഷൻ ഫോം ഇനിയും സമർപ്പിക്കാത്തവർക്ക് ഓൺലൈൻ വഴി ഫോം സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സമർപ്പിച്ച ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോം അപ്ലോഡ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു രീതിയിലാണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഫോം ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓൺലൈൻ വഴി ഫോം സ്വന്തമായിട്ട് സബ്മിറ്റ് ചെയ്തവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. ഇനി അതല്ല, നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ഫോം കാണിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഫോം BLO സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെയാണ് ഒത്തിരി പേർക്ക് സംശയം നിലനിൽക്കുന്നത്. എൻ്റെ ഫോം സബ്മിറ്റ് ചെയ്തതിൻ്റെ കൂടെ ഇവിടെ മൊബൈൽ നമ്പർ കാണിക്കുന്നില്ല, അത് എന്തുകൊണ്ടാണ്? എൻ്റെ ഫോം സബ്മിറ്റ് ആയിട്ടില്ലേ? അത് കാരണം ഞാൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തു പോകുമോ എന്നൊക്കെയുള്ളതാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ മൊബൈൽ നമ്പർ കാണിക്കാത്തത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല. മൊബൈൽ നമ്പർ അപ്ലോഡ് ചെയ്തിട്ടുള്ളവരുടെയും ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് ഒരേ വോട്ടറുടെ തന്നെ സ്റ്റാറ്റസ് മുൻപ് ചെക്ക് ചെയ്തതിൻ്റെയും ഇപ്പോൾ ചെക്ക് ചെയ്തതിൻ്റെയും സ്റ്റാറ്റസുകളാണ് കാണിക്കുന്നത്. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യം ചെക്ക് ചെയ്ത സമയത്ത് മൊബൈൽ നമ്പർ കാണിച്ചിരുന്നു, പിന്നീട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ മൊബൈൽ നമ്പർ കാണിക്കുന്നില്ല. ഇത് ഇപ്പോൾ സൈറ്റിൽ നിന്നും നീക്കം ചെയ്ത് പുതിയ രീതിയിൽ മൊബൈൽ നമ്പർ നൽകാതെയാണ് സ്റ്റാറ്റസ് കാണിക്കുന്നത് എന്ന് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ID കാർഡിൽ മൊബൈൽ നമ്പർ നൽകിയിട്ടില്ല എങ്കിൽ ഫോം 8 വഴി ഓൺലൈനായി സ്വന്തമായി തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേർക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും സ്വന്തമായി അവരുടെ വോട്ടർ ID കാർഡിൽ മൊബൈൽ നമ്പർ ചേർക്കാനായിട്ട് സാധിക്കുന്നതാണ്. SIR ഫോം സമർപ്പിച്ചതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.